Hello everybody. Today we are going to do the next section in linked list. അടുത്ത ഭാഗം തീരാറായ ലിങ്ക് ലിസ്റ്റ്. അതിനകത്ത് നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ഹെഡർ ലിങ്ക് ലിസ്റ്റ്. Header linked list. So a header linked list has a node which is called the header node at the beginning of the list. Okay. അപ്പം ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ഒരു ഹെഡർ നോഡ് ഉണ്ടാവും. രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. That is grounded header linked list, grounded header linked list and circular header linked list. Grounded header linked list and circular header linked list. Grounded എന്ന് പറയുമ്പോൾ here the last node contains the null pointer. ഇവിടെ നോക്കുക, ഇതൊരു ഗ്രൗണ്ടഡ് ഹെഡർ ലിങ്ക് ലിസ്റ്റാണ്. ഇവിടെ ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് തുടങ്ങുന്നത്. ഇത്രയും നോഡ്സ് ഉണ്ട്, 4 എണ്ണം. ആദ്യം ഒരു നോഡ് ഉണ്ട്, ഹെഡർ നോഡ്. ഹെഡർ നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റാർട്ടിൽ ഉണ്ടാവുക. നമ്മുടെ സാധാരണ ലിങ്ക് ലിസ്റ്റിൽ സ്റ്റാർട്ടിൽ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക് ലിസ്റ്റാണ് വരിക. ഇവിടെ ദ സ്റ്റാർട്ട് വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ഹെഡർ നോഡ്. ദ ഹെഡർ നോഡ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. ആൻഡ് ഇൻ എ ഗ്രൗണ്ടഡ് ഹെഡർ ലിങ്ക് ലിസ്റ്റ് ദ ലാസ്റ്റ് നോഡ് വിൽ കണ്ടെയ്ൻ നൾ പോയിന്റർ. ഇനി സർക്കുലർ ഹെഡർ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് നോഡ് പോയിന്റ്സ് ടു ദ ഹെഡർ നോഡ്. ഇത് സർക്കുലർ ഹെഡർ ലിങ്ക് ലിസ്റ്റിൻ്റെ എക്സാമ്പിൾ ആണ്. സോ യു ക്യാൻ സി ഒരു ഹെഡർ ലിങ്ക് ലിസ്റ്റ് തന്നെ ലിങ്ക് ലിസ്റ്റ് തുടങ്ങുന്നതിൻ്റെ അഡ്രസ്സ് ഹെഡർ നോഡിൽ വരും, ഹെഡർ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിൽ വരും. ആൻഡ് ദ ലാസ്റ്റ് നോഡ് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടെയ്നിങ് എ നൾ പോയിന്റർ വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദിസ് ഹെഡർ നോഡ്. അതായത് ഇതിൻ്റെ അകത്ത് ഹെഡർ നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദ ലാസ്റ്റ് നോഡ് പോയിന്റ്സ് ടു ദി ഹെഡർ നോഡ്. ഓക്കെ, പിന്നെ 2 കണ്ടീഷൻസ് ഉണ്ട്. The start always points to the header node. അപ്പോൾ start will always contain the address of the header node, which in turn the header node contains the address of the first node in the linked list. Okay. ഇനി അതുപോലെ link of start is equal to null. Link of start is equal to null. ഇവിടെ നോക്കുക, link of start എന്ന് പറഞ്ഞാൽ points to the header node. Link of start എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ അഡ്രസ്സാണ്, അതായത് ഇത്. ഓക്കെ, link of start means ഇവിടെ. That means it contains address of the first node in the linked list. Link of start means ഈ ഭാഗം. Link of start. Link of start ൻ്റെ അകത്ത് എന്താണുള്ളത്? The address of the first node in the linked list. If that is equal to null, അതായത് ഇവിടെ null ആണെങ്കിൽ that means the grounded linked list is empty. അല്ലേ? ഇവിടെ null ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിങ്ക് ലിസ്റ്റ് ഇല്ല, ഗ്രൗണ്ടഡ് ലിങ്ക് ലിസ്റ്റ് ഇല്ല. ഇനി link of start is equal to start. Link of start is equal to start. That means ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അഡ്രസ്സ് വരികയാണെങ്കിൽ ഇത് ഇതിനെ പോയിന്റ് ചെയ്യാന്നല്ലേ അർത്ഥം. ലിങ്ക് ഓഫ് സ്റ്റാർട്ട് ഇസ് ദിസ് പാർട്ട്. ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് സ്റ്റാർട്ട് ദാറ്റ് മീൻസ് ദിസ് പോയിന്റ്സ് ടു ദിസ് വൺ ഓൺലി. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അഡ്രസ്സാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് ഇസ് 10 ആൻഡ് ദിസ് ഇസ് 10, ഇതിൻ്റെ അകത്ത് 10 കൊടുക്കുക, ഇതിൻ്റെ അകത്തും 10 കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് പോയിന്റ്സ് ടു ദിസ് നോഡ് ഓൺലി. അതിൻ്റെ അർത്ഥം എന്താ? സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എം ടി ആണ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എം ടി ആണ്. അപ്പോൾ ഫസ്റ്റ് നോഡ് നമുക്ക് അറിയണമെങ്കിൽ വി ഷുഡ് നോ ദ ലിങ്ക് ഓഫ് സ്റ്റാർട്ട്. ലൊക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ് ഇസ് ഒബ്റ്റെയിൻ ഫ്രം ലിങ്ക് ഓഫ് സ്റ്റാർട്ട് ആൻഡ് നോട്ട് സ്റ്റാർട്ട്. സാധാരണ നമ്മൾ ഇത്രയും വരെ ഓർഡിനറി ലിങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിൻ്റെ അകത്ത് ഉണ്ടാവും. ഇവിടെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ലിങ്ക് ഓഫ് സ്റ്റാർട്ടിലാണ് ഉണ്ടാവുക. ലിങ്ക് ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹെഡർ നോഡാണ്. ഹെഡർ നോഡിൻ്റെ അകത്താണ് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുക. വെരി സിമിലർ എക്സെപ്റ്റ് ദാറ്റ് യു ഹാവ് എൻ എക്സ്ട്രാ നോഡ്. അപ്പോൾ ഈ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് നമുക്കിനി പഠിക്കാനുണ്ട്. ഇത് സർക്കുലർ ഹെഡർ ലിസ്റ്റാണ്. ഈ സർക്കുലർ ആയിട്ടുള്ള എല്ലാം നമ്മൾ കൂടുതൽ ഉപയോഗിക്കും ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് വാലിഡ് അഡ്രസ്സസ്. മറ്റേനൊക്കെ ചിലപ്പോൾ ഒരു നൾ അഡ്രസ്സ് എവിടെയെങ്കിലും വരും. ഇവിടെ നൾ അഡ്രസ്സേ ഇല്ല. സർക്കുലർ എന്ന് പറയുമ്പം ഒരിക്കലും നൾ വരുന്നില്ല. ഇതിനെ തന്നെ പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ പോയിന്റ് ചെയ്യുക. സോ ദർ വിൽ ബി സം വാലിഡ് അഡ്രസ്. So that is the advantage of using a circular header link list. ഇനി നമുക്ക് traversing algorithms നോക്കാം. Very similar to the algorithms that we did in the ordinary linked list. Traversing a circular linked list. Set PTR is equal to link of start. PTR വെച്ചിട്ട് നമ്മൾ traverse ചെയ്യാണ്. Repeat steps 3 and 4 while PTR not equal to start. Okay. Apply the process of info of PTR. Then improve it to link of PTR. ഇവിടെ you can say you have a linked list like this. This is null.
This is the start. I will just give it as S. This is the header node. Okay. This is the header node. ഞാൻ H എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ അഡ്രസ്സ് 10, 20, 30, 40 ആണെങ്കിൽ this will be 40 here, this will be 30 here, this will be 10 here, and this is also 10. Hello, this is, I'm sorry, this is 20. 20. Okay. Now നമുക്കത് പി ടി ആറിനെ കൊണ്ടുപോകണം, ഓരോ നോഡ് നമുക്ക് ചെക്ക് ചെയ്യണം ടിൽ യു ഗെറ്റ് സംതിങ്. അതിനാണല്ലോ പി ടി ആർ നമ്മൾ ഉപയോഗിക്കുക. സോ പി ടി ആർ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് സ്റ്റാർട്ട്. നൗ യു ഹാവ് എ പോയിന്റ്. പി ടി ആർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിൻ്റെ അകത്ത് ലിങ്ക് ഓഫ് സ്റ്റാർട്ട് ഇടുക. സ്റ്റാർട്ട് 10 ആണ്, ദാറ്റ് മീൻസ് ദിസ് നോഡ്. ലിങ്ക് ഓഫ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു 20. സോ പി ടി ആർ ഇസ് ഈക്വൽ ടു 20, that 20 points to the first node in the linked list. PTR points to the first node in the linked list. Now repeat steps 3 and 4 where PTR not equal to start. Is PTR equal to start? No. Start in the 10 ആണ്, ഇവിടെ PTR 10 ആണോ? അല്ല. So what do you do? Process info of PTR. ഇവിടെ എന്തെങ്കിലും പ്രോസസ്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ ഐറ്റം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഐറ്റം ആണെങ്കിൽ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റം അല്ലെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സിങ് നടത്താം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഐറ്റത്തിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാം. So that processing can be done with the info of PTR. ഇനി എന്ത് ചെയ്യണം, അടുത്ത നോഡിൽ പോകാൻ ലിങ്ക് ഓഫ് PTR. PTR 20 ആണ്, ലിങ്ക് ഓഫ് PTR എന്ന് പറയുമ്പോൾ ഇതാണ്, so 30 ആണ്. So that means you are going to put PTR is equal to 30. That means now PTR points to the next node. Now PTR is not equal to null, not equal to start. So ഇത് circular ആട്ടോ, null അല്ല, I'm sorry, this is circular. ഇവിടെ 10 വരണം, circular linked list അല്ല, ഇവിടെ 10 വരണം. I made a mistake here. I'll just, this is 10. It is not equal to start. So നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോ ഓഫ് പി ടി ആറിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇതിപ്പം പി ടി ആർ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് പി ടി ആർ. ലിങ്ക് ഓഫ് പി ടി ആർ എന്ന് പറയുമ്പോൾ 40. സോ ദിസ് ഇസ് ഡെലീറ്റഡ് ആൻഡ് ദിസ് ഇസ് 40. നൗ പി ടി ആർ പോയിന്റ്സ് ടു ദിസ് വൺ. നൗ പി ടി ആർ ഈക്വൽ ടു സ്റ്റാർട്ട് ആണോ? അല്ല. സോ അഗെയിൻ യു ഡു സംതിങ് വിത്ത് ദ ഇൻഫോ ഓഫ് പി ടി ആർ. അഗെയിൻ ഇൻക്രിമെൻറ്റ്. നൗ പി ടി ആർ ഇസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് പി ടി ആർ. ലിങ്ക് ഓഫ് പി ടി ആർ എന്ന് പറഞ്ഞാൽ എന്താ, പി ടി ആറിൽ 40 ആണ്, ലിങ്ക് ഓഫ് പി ടി ആറിൽ എന്താണ്, 10. സോ യു കം ബാക്ക് ഹിയർ. പി ടി ആർ നോട്ട് ഈക്വൽ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ടിൽ എന്താ 10 ആണ്, ഇവിടെയും 10 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു സ്റ്റാർട്ട് ആകുമ്പോൾ യു കം ഔട്ട് ഓഫ് ദ ലൂപ്പ്. അതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സോ സർക്കുലർ ലിങ്ക് ലിസ്റ്റിന് നള്ളിന് പകരം യു ആർ ചെക്കിംഗ് വിത്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ്. സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഹെഡർ നോഡിൻ്റെ അഡ്രസ്സ്. ഓക്കെ. So this is how you do traversing. Similarly, you can do everything. All the other algorithms that we did with the ordinary linked list. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 3 അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. That is to write an algorithm to find the location of the first node in the circular linked list that contains item. അപ്പം ഐറ്റം ഉള്ള നമ്മൾ you search through the linked list, find the LOC of the LOC of the circular linked list where there is item. ഇത് തന്നെ ട്രാവേഴ്സ് ചെയ്യണം, പി ടി ആർ വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്തിട്ട് എന്താ വരുന്ന ഐറ്റം ഉള്ളതിന് നമ്മൾ ഇതൊരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതിയല്ലോ ഈ അൽഗോരിതത്തിൽ. നെക്സ്റ്റ് ഇസ് റൈറ്റ് ദ പ്രൊസീജിയർ ടു ഫൈൻഡ് ദ ലൊക്കേഷൻ LOC ഓഫ് ദ ഫസ്റ്റ് നോഡ് N which contains item and also LOCP of the node preceding N in the circular header linked list. അപ്പം ഇതും നമ്മൾ ഓർഡിനറി ലിങ്ക് ലിസ്റ്റിൽ ചെയ്തതാണ്. യു ഹാവ് ടു ഫൈൻഡ് LOC and LOCP where LOC will contain item. അപ്പോൾ പ്രിസീഡിങ് നോഡിൻ്റെ ഐറ്റം വേണം, നല്ല അഡ്രസ്സ് വേണം, LOCP. നെക്സ്റ്റ് ഇസ് ഫൈൻഡ് റൈറ്റ് ആൻ അൽഗോരിതം ടു ഡിലീറ്റ് ദ ഫസ്റ്റ് നോഡ് N which contains item in the circular header linked list. ഇൻസേർഷൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ. ഇത് നിങ്ങൾ അടുത്ത ദിവസം ഞാനത് ക്ലാസ് റൂമിൽ അതിൻ്റെ ഇതിടാം. നിങ്ങളിത് 3 എഴുതി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇസ് സർക്കുലർ ലിസ്റ്റ്. ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് സർക്കുലർ ലിസ്റ്റ് യൂസിങ് ദ ലിങ്ക് ലിസ്റ്റിനകത്ത് വരുന്ന ചെറിയ വേരിയേഷൻസ് ആണ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി. സർക്കുലർ ലിസ്റ്റ് സർക്കുലർ ഹെഡർ ലിസ്റ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഇസ് സർക്കുലർ ലിസ്റ്റ്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഒരു സാധാരണ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. യു ഹാവ് സ്റ്റാർട്ട് ഹിയർ, സ്റ്റാർട്ട് പോയിന്റ്സ് ടു ദിസ് വൺ, ഇത് ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നു, ഇത് ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഇൻ എ സർക്കുലർ ലിസ്റ്റ് the last one points to the first node. Last one points to the first node in the list. Header list എന്നല്ല ഞാൻ പറയുന്നത്, header node അല്ല, it points the first node in the linked list. അതാണ് circular list that we have to study in detail. അത് important ആണ്.
Then there is another variation also in the link. പലതരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. This is start. This points to the header node. And then you have ഒരു trailer node ഉണ്ട്. This is the trailer node. Trailer node ന്റെ അകത്താണ് X വരിക. So trailer node will have a special trailer node at the end of the link. The linked list ends here, and then you have the trailer node to indicate the end of the linked list. Now, these are the variations. We studied this one in detail, circular linked list. Okay, ഇത് നിങ്ങൾ എഴുതുക. So this is all with the today's class.